ദാണ്ട് ഈ ഒരു പാത്രം മുഴുവനും കളക്ട് ചെയ്ത് വെച്ചിരുന്ന പാൽപ്പാട വെച്ചിട്ട് നമ്മൾ ഇന്ന് നെയ്യ് ഉണ്ടാക്കാൻ പോവാണ്. ഏകദേശം ഒരു മാസം മുഴുവനും കളക്ട് ചെയ്ത പാട ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. മിക്സിക്കകത്തേക്ക് ഈ പാടയും നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണേ. ഇതിൻ്റെ വെള്ളം താഴെയും നെയ്യ് മുകളിലുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് വരെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണേ. അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും ഒരു അരിപ്പ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക. പിന്നെ ബാലൻസ് വരുന്ന ആ വെള്ളം ഒന്നുകൂടെ അടിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. ഒരു കടായിലേക്ക് അരിച്ചെടുത്താൽ നെയ്യിട്ട് നന്നായിട്ട് ചൂടാക്കി ഉരുക്കിയെടുക്കണേ. അന്നേരം തന്നെ ഇതുപോലെ നമുക്ക് നെയ്യ് നന്നായിട്ട് തെളിഞ്ഞു വരും. ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്താണ് കുറച്ച് ഉലുവയും കൂടെ ചേർക്കണം. നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുവേ. ഒരു ഗോൾഡൻ കളറൊക്കെ മാറി വരുന്ന സമയത്ത് തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാവേ. ഇതിനി നമുക്ക് കുറച്ച് നേരം തണുക്കാനൊക്കെ വെക്കാം. അത് കഴിഞ്ഞിട്ട് എടുത്തൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതിയേ. ഈ അരിപ്പയുടെ അടിയിൽ നിന്ന് കുറച്ചിങ്ങനെ തോണ്ടി എടുത്തിട്ട് കഴിച്ച് നോക്കണം. നമ്മുടെ നല്ല നെയ്പ്പേടൊക്കെ കിട്ടുമ്പോഴത്തേക്കിനും ഉള്ളൊരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടും. ഒരു 3-4 മാസം കൊണ്ട് എന്താണെങ്കിലും ഈ ജാർ നിങ്ങൾ നിറയ്ക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഒന്നും മറക്കല്ലേ.